ശ്രീ സജി നന്ദ്യാട്ട്, ഇപ്പോൾ സിനിമയിൽ പല ആളുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടട്ടെ. ഇവിടെ ഇപ്പോൾ മുകേഷിന്റെ പ്രശ്നം അദ്ദേഹം ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കാതെ, ജനങ്ങളുടെ അവമതിപ്പിന് ഇരയാവാതെ സ്വമേധയാ ഒരു തീരുമാനമെടുത്ത് മാറി നിൽക്കുക എന്നുള്ളതല്ലേ ഉചിതം? അല്ല അഭിലാഷേ, ഞാൻ പറയുന്നത് വ്യക്തിപരമാണ്. അതുപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയമായി ഇപ്പം സിനിമയിലെ പ്രശ്നം രാഷ്ട്രീയമായി മാറിയിരിക്കുക. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണ് രാഷ്ട്രീയ മുതലെടുപ്പ്? വനിതകളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആര്? ഞങ്ങളാണോ നിങ്ങളാണോ എന്നുള്ള ചോദ്യമാണ്. ഇതിൻ്റെ എല്ലാ ആകത്തുക എന്ന് പറയുന്നത് വോട്ട് പിടിക്കുക. ഇതിൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. മാക്സിമം വനിതകളുടെ വോട്ട് നീതിയുടെ ഭാഗത്ത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മാക്സിമം സിനിമാ ലോകത്തിന് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാവരുടെ കൂടി അത് മുതലെടുക്കുക. കാരണം സിനിമാ ലോകം ഈ സിനിമാ ലോകം ഒരിക്കലും സംഘടിതരല്ല എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ഈ പറയുന്ന പോലെയുള്ള പല സെക്സ്വൽ ഹറാസ്മെന്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം പരസ്പരം പഴിചാരുകയും ഇന്നയാൾ രാജിവെക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് സ്വാഭാവികം. നമ്മളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ക്ലീഷ എന്ന് വേണമെന്ന് നമുക്ക് പറയാം. സിനിമാ ഭാഷയിൽ പറഞ്ഞ പോലെ ഇത് ക്ലീഷയാണ്. ഇവിടെ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ശ്രീ അഭിലാഷൊക്കെ വളരെ അക്കാഡമിക്കാണ്, ഈ കാര്യങ്ങൾ മുഴുവൻ കണ്ടയാളാണ്, വായിച്ചയാളാണ്. ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് സെക്സ്വൽ ഹറാസ്മെന്റിനെ കുറിച്ചല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? മദ്യപാനവും മയക്കുമരുന്നിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ചാനലുകളൊന്നും ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നില്ല. നമ്മുടെ ചാനലുകൾ പരസ്യങ്ങൾ സമ്മതിക്കത്തില്ല നിങ്ങള്. അല്ല, സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ചൂഷണമാണ് എന്ന് ഈ ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലാണ്. ഞാൻ വേണമെങ്കിൽ ആ പേജുകൾ എടുത്ത് വായിച്ചു താങ്കളെ കേൾപ്പിക്കാം. അതിന്റെ ആവശ്യമില്ലല്ലോ, കേരളത്തിൽ ഇപ്പൊ എല്ലാ ആളുകളും വായിച്ചിട്ടുണ്ടാവും. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ചൂഷണമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യപ്പെടേണ്ടതില്ല. മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ജനങ്ങളെ സിനിമയുടെ പ്രോഡക്റ്റ് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. സിനിമാ മേഖലയെ ബ്ലെയിം ചെയ്തുകൊണ്ട് കൂടുതൽ പരസ്യങ്ങൾ പിടിക്കണം, കൂടുതൽ റേറ്റിംഗ് വേണം, അച്ചയ്ക്ക് പറയാം. അതുകൊണ്ട് സെക്സ്വൽ ഹറാസ്മെന്റ് നിങ്ങൾ മൂടി വെക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കൂ, എത്രയോ നല്ല കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിലുണ്ട്. പക്ഷെ നിങ്ങൾ ഹേമ കമ്മിറ്റിയിലെ ഇത് മാത്രം 10 ദിവസമായി ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന രീതി എല്ലാ ചാനലുകളും. കാരണം കൊച്ചു സംസ്ഥാനത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഈ കയറി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സർവൈവർ വിളിച്ചുതാ ഇന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ ആളുകൾക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും അവർ പുറത്തേക്ക് വരികയും അവർ നേരിട്ട അനുഭവങ്ങൾ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഓരോ ദിവസവും ആളുകൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെന്താണ് ചർച്ച ചെയ്യുക? അതും സിനിമാ മേഖലയിലെ വിഗ്രഹങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ അതിൽ ജഡ്ജ്മെന്റ് ഒന്നും നടത്തുന്നില്ല. അതൊക്കെ അന്വേഷിക്കപ്പെടണം, അതൊക്കെ കൃത്യമായും വിലയിരുത്തപ്പെടണം. അന്വേഷിച്ച ശേഷം ഈ മുകേഷ് അടക്കമുള്ള ആളുകൾ നിരപരാധികളാണെങ്കിൽ അവർക്ക് വീണ്ടും അവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരാമല്ലോ. ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ കേസ് അപ്പോൾ തീർന്നാൽ മുകേഷിന് മത്സരിക്കാലോ, അദ്ദേഹം രാജിവെച്ചാൽ. മുകേഷ് നിരപരാധിയാണോ അപരാധിയാണോ എന്ന് ഞാൻ പറയുന്നില്ല. അത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞത് മറ്റു ചില ഫാക്റ്റാണ്. ആ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഇടപെടാൻ ഞങ്ങളില്ല. ഞാൻ ചോദിച്ചത് ഈ സിനിമ എന്ന ഒരു മാധ്യമം, എന്റർടൈൻമെന്റ് മാധ്യമം, വളരെ വളരെ എത്രയോ 10,000-കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന മേഖലയാണ്. ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംശയം വേണ്ട. എല്ലാം അങ്ങോട്ട് പള്ളിയിലച്ചന്മാരാണ് എന്നൊന്നും ഞാൻ പറയില്ല. ചാവറയച്ചന്മാർ എബു പ്രാസ്യാമയാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറയില്ല. ചില ആൾക്കാർക്കിടയിൽ ഇത്തരം ദുസ്വഭാവങ്ങൾ ഉണ്ടാവാം. അവർ കാണിക്കുന്നതിന്റെ പേരിൽ സിനിമ എന്ന് പറയുന്ന ഈ മാധ്യമത്തെ മൊത്തത്തിൽ നിങ്ങൾ വേട്ടയാടി നശിപ്പിക്കുന്നതിന് 10,000-കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന മേഖലയാണ്. സിനിമയെ ആരും വേട്ടയാടുന്നില്ല. സിനിമയ്ക്കകത്തെ എന്നുള്ളത് മാത്രമാണ് വിഷയം. സിനിമ ആകെപ്പാടെ കുഴപ്പമാണെന്നോ സിനിമ ആകെ വേട്ടയാടപ്പെടേണ്ടതാണോ എന്നുള്ള അഭിപ്രായം ഒന്നും ഒരാൾക്കുമില്ല.